5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കളി വേറെ ലെവലിലേക്ക് പോയി. ടെറിട്ടോറിയൽ ആർമി ഇറങ്ങി. എന്താണ് ടെറിട്ടോറിയൽ ആർമി? 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് ഒരു സന്നദ്ധ സേന പോലെ തുടങ്ങിയതാണ്, വോളണ്ടറി സേന പോലെ തുടങ്ങിയതാണ് ടെറിട്ടോറിയൽ ആർമി. അതായത് നമ്മുടെ ആർമിക്ക് സമാന്തരമായി അത്ര പ്രൊഫഷണൽ അല്ലാത്ത എന്നാൽ കുറച്ച് പരിശീലനമൊക്കെ കൊടുത്തുകൊണ്ട് കുറേ ആളുകളെ റെഡിയാക്കി എടുക്കും. അപ്പോൾ യുദ്ധം വരുമ്പോൾ നേരിട്ട് പോയി യുദ്ധവിമാനങ്ങൾ അവിടെ ഇവിടെ പോയി യുദ്ധം ചെയ്യുന്നതിനല്ലെങ്കിൽ പോലും അതിനെ സഹായിക്കുന്നതിന്, യുദ്ധ സാഹചര്യം ഉണ്ടായാൽ, നാട്ടിലുണ്ടായാൽ അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടെറിട്ടോറിയൽ ആർമിയെ നമ്മൾ ചുമതലപ്പെടുത്തുന്നത്. ഏകദേശം 50,000-ഓളം പേരുണ്ടാവും. ഒരു 18 വയസ്സിനും 40-45 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു 50,000 പേര് വരെ സേനയാണ്. 1948 ടെറിട്ടോറിയൽ ആക്ട് പ്രകാരം, ആക്ട് 33 അല്ലെ 1948 ഉണ്ടാക്കിയ ടെറിട്ടോറിയൽ നിയമത്തിലെ ആക്ട് 33 പ്രകാരമാണ് ഇത് ഔദ്യോഗിക സേനയായി മാറിയത്. അതുവരെ ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ഇതൊരു സന്നദ്ധ സേവനം സംഘടനയായിരുന്നു. നമ്മുടെ മോഹൻലാൽ, സച്ചിൻ ടെണ്ടുൽക്കർ, നാനാ പടേക്കർ, അതുപോലെ തന്നെ കപിൽ ദേവ്, ധോണി, ഇവർക്കെല്ലാം ടെറിട്ടോറിയൽ ആർമിയുടെ പദവിയാണ്, അതിനകത്തുള്ള കമാൻഡർ പദവിയൊക്കെയാണ്, കേണൽ പദവിയൊക്കെയാണ് കൊടുത്തത്. ഇത് സാധാരണ സിവിൽ പട്ടാളക്കാരൻ മുതൽ കേണൽ വരെയുള്ള അല്ലെങ്കിൽ മാർഷൽ വരെയുള്ള എല്ലാ പദവികളും ഇതിനകത്ത് കൊടുക്കും, വിവിധ പദവികൾ. ഇത് ഓണറി ആയിട്ട് കൊടുക്കുന്നതാണ്. ഇവരെപ്പോഴും പട്ടാളത്തിൽ സേവനം ചെയ്യുന്നവരല്ല, സേനയുടെ ഭാഗമാണ്, പക്ഷെ എപ്പോഴും വരുന്നവരല്ല. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടിജൻസി വരുമ്പോഴാണ് ഇവർ രംഗത്ത് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കരസേന മേധാവി അടുത്ത 3 വർഷക്കാലത്തേക്ക് ഉള്ള ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ടെറിട്ടോറിയൽ ആർമിയുടെ സേവനം എപ്പോൾ വേണോ അവർ സ്വീകരിക്കാം. അപ്പോൾ പണ്ട് യുദ്ധമുണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പറയുമായിരുന്നു ചെറുപ്പക്കാരോടൊക്കെ റെഡിയായി നിൽക്കാൻ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുമ്പോഴും, ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാകുമ്പോഴും ഒക്കെ ചെറുപ്പക്കാരെല്ലാം റെഡിയായി നിൽക്കണം. എപ്പോഴാണ് പട്ടാളത്തിൽ പോകില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് നേരിട്ട് തോക്കെടുത്ത് യുദ്ധം ചെയ്യുക എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ പീരങ്കി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മിസൈലൊക്കെ ഉപയോഗിക്കുന്ന ആ യുദ്ധമല്ല. ബ്രഹ്മോസും മിസൈലും സുഹോയിയൊക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ വ്യക്തികൾ അതല്ല. പക്ഷേ ഒരുപാട് മറ്റ് സഹായങ്ങൾ ചെയ്യുന്നതിനും അനുബന്ധ സഹായങ്ങൾ ചെയ്യുന്നതിന് പട്ടാളത്തിലേക്ക് വ്യാപകമായ ആളുകളെ റിക്രൂട്ട് ചെയ്യും. ആരും പോയില്ലെങ്കിൽ അവരെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അതൊരു കമ്പൾസറി ആയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. എന്നാൽ അതിനെ ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടെറിട്ടോറിയൽ ആർമിയെ രൂപീകരിച്ചിരിക്കുന്നത്. ടെറിട്ടോറിയൽ ആർമി ഞാൻ ഈ പറഞ്ഞ പോലെ അതൊരു സമാന്തര സേന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മുടെ കരസേന മേധാവി ഉത്തരവിറക്കിയിരിക്കുകയാണ്. ടെറിട്ടോറിയൽ ആർമിയിൽ വരുന്ന ഒരു ചെറിയ സംഘത്തോട് റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു 50,000 വരുന്നൊരു സംഘമാണ്, വലിയൊരു സംഘമാണ്. അതിൽ ചെറിയ കുറച്ച് ആളുകളോട് റെഡിയാകാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ യുദ്ധമുഖത്തേക്കുള്ള പോക്കാണ് കാണുന്നതെങ്കിൽ അതിനെ ചെറുക്കുവാൻ ഇന്ത്യൻ സേനയെ സഹായിക്കുക എന്നുള്ളതാണ് ടെറിട്ടോറിയൽ ആർമിയുടെ പ്രത്യേക ചുമതല.